പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകളിൽ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടാവും? എനിക്കറിയാവുന്നത് വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമായിരിക്കും നമ്മുടെ ഒരു ഉയർച്ചയെ സഹിക്കാൻ പറ്റുന്നത്. കുറേയധികം പേർക്ക് നമ്മൾ ഉയർന്നാലും ശരി, ഉയർന്നില്ലെങ്കിലും ശരി, ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണെങ്കിലും ചിലർക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ എങ്ങനെയും പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള ശത്രുക്കളായിട്ടായിരിക്കും അവർ കാണപ്പെടുക. അത് നേരിട്ടും അല്ലാതെയും ഇവരുടെ ശത്രുതാ മനോഭാവം നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ പഠന രംഗത്തുണ്ടാവും, അല്ലെങ്കിൽ തൊഴിൽ രംഗത്തുണ്ടാവും, കുടുംബ മേഖലകളിലുണ്ടാവും. അങ്ങനെ നമ്മൾ മനുഷ്യർ ഇടപഴകുന്ന എല്ലായിടത്തും ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടാകാൻ നമ്മുടെ വാക്കും പ്രവൃത്തി ഒരു കാരണവുമാകാറുണ്ട്. തനിയെ അല്ലാതെ ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടാക്കുന്ന പ്രകൃതം ചിലർക്കുണ്ട്. എന്നാൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ശരി, നമ്മളെ ശത്രുവായിട്ട് കരുതിയിട്ട് നമുക്കെതിരെ ഒരുപാട് ഗൂഢപ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികളും ഉണ്ടായി വരും. എല്ലാവരെയും നമുക്ക് തെരഞ്ഞു പിടിച്ച് ഇതാണ് എന്റെ ശത്രു എന്ന് പറഞ്ഞ് നമുക്ക് വിലയിരുത്താനോ അവരിൽ നിന്ന് അകന്നു നിൽക്കാനും പറ്റുകയൊന്നുമില്ല. പക്ഷെ നമുക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കാം. അതെങ്ങനെയാണ്? നേരിട്ട് ആക്രമിക്കുന്ന ശത്രുക്കളെയാണെങ്കിൽ നമുക്ക് നിയമം വഴിക്കും മറ്റൊക്കെ നമുക്കത് തടയിടാം. എന്നാൽ ഗോപ്യമായ രീതിയിൽ നമുക്ക് ആചാരങ്ങളെ മറപറ്റിയിട്ട് ചെയ്യുന്ന ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലോ അത് നമുക്ക് അങ്ങനെ കണ്ടറിയാൻ പറ്റുകയില്ല. പിന്നെ നമ്മളത് പുറത്തേക്ക് പറഞ്ഞാൽ എന്നെ ഒരാൾ ശത്രുവായിട്ട് നിലനിർത്തുന്നു, അയാൾ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ അത് ഇന്നേ കാലത്ത് ഈ നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ടിലൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കൊള്ളാമോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്ന ഒരു വിഭാഗം ചുറ്റുപാടുകളിൽ കാണുകയും ചെയ്യും. പക്ഷെ അവരുടെ കാര്യം വരുമ്പോൾ മിക്കവാറും അവർ ശത്രുദോഷം ഉണ്ടെങ്കിൽ അതിനെ പ്രതിവിധി ചെയ്യും. നമ്മൾ അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ അവർ പറയും, ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ വേറെ കാര്യമാണ് എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യും. അവിടെ ഒരു ശത്രുത ഉണ്ട് കേട്ടോ. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മുടെ ശത്രുത ഒഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ മാറിപ്പോവുകയില്ലേ എന്ന് കരുതിയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ചില വ്യക്തികളും ചുറ്റുപാടുകളിൽ ഉണ്ടാവും. ചിലപ്പോൾ കുടുംബത്തിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ ഞാനിന്ന് പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടെ വീടിനെയും നമ്മളെ ബാധിക്കുന്നതുമായ ശത്രുദോഷങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ എല്ലാവർക്കും എല്ലാ മാർഗങ്ങളും അത്ര അനുയോജ്യമൊന്നുമല്ല. നമ്മുടെ ഭാരതത്തില് പല പ്രവിശ്യകളിൽ പല മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നാട്ടറിവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ചൈന, ടിബറ്റ്, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്, നേപ്പാള് തുടങ്ങിയ സ്ഥാനങ്ങളിൽ ചില മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. ഇതില് നേപ്പാൾ ഭാഗങ്ങളില് ഇത്തരം ശത്രുദോഷങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സ്വീകരിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള എന്നാൽ വളരെ ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അത് നമ്മുടെ വീട്ടില് വെറും നിസാരമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാധിക്കുന്ന ഇത്തരം ശത്രുദോഷങ്ങൾ, വീട്ടിൽ വന്ന് പതിക്കുന്ന ശത്രുദോഷങ്ങൾ, നമ്മളെ ബാധിക്കുന്ന ശത്രുദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതൊന്ന് നമ്മളൊന്ന് ചെയ്തു നോക്കിയാൽ മതി. നമ്മൾ ഇത്രയും നാളും പിടിച്ചൊലച്ചുകൊണ്ടിരുന്ന പലതരം ദോഷങ്ങളും ഇതോടെ മാറിക്കിട്ടുന്നതായിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ വേറെ കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ പണച്ചെലവുകളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കാര്യം ഇതിൽ മന്ത്രങ്ങളോ മറ്റൊന്നും ഇതിൽ പ്രയോഗിക്കേണ്ടതില്ല. വെറുതെ ക്രിയ മാത്രം ചെയ്താൽ മതി. ആ ക്രിയ കൊണ്ടാണ് ആ നെഗറ്റീവുകളെ ഇത് ആവാഹിച്ചെടുക്കുന്നത്. അത് തന്നെയാണ് ആവാഹിച്ചെടുക്കുന്നത്. ആ ക്രിയയിൽ നമ്മൾ ചെയ്യുന്ന എന്തോ അത് തന്നെയാണ് ക്ലെൻസ് ചെയ്യിക്കുന്ന ഈ അന്തരീക്ഷത്തെ. അപ്പൊ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്രൻ മഠ. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടി വരുന്നത് കുറച്ച് ഉമിക്കരി. ഉമി നീറ്റിയെടുക്കുന്ന ഉമിക്കരി അറിയാമല്ലോ. പണ്ട് നമ്മൾ പല്ല് തേക്കാനൊക്കെ പൊതുവിൽ പുറത്ത് നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഉമിക്കരിയാണ്. ആ ഉമിക്കരി കുറച്ച് വേണം. പിന്നെ വേണ്ടത് ഉപ്പിട്ട ജലം, ഉപ്പ് വാട്ടറില്ലേ, അത് വേണം. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വേണ്ടത്. ഒരു കണ്ണാടി ഗ്ലാസ്, കുപ്പി ഗ്ലാസ്സില്ലേ, കുപ്പി ഗ്ലാസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു കുപ്പി ഗ്ലാസ് എടുക്കുക, അതിന്റെ ഒരു 1/4 ഭാഗം ഉമിക്കരി ഇടുക. 1/4 ഭാഗം ഇട്ടാൽ മതി. എന്തായാലും അരഭാഗത്തിലേക്ക് ഒന്ന് കയറിപ്പോട്ടെ, 1/4 ഭാഗമേ ഇടാവൂ. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഉപ്പ് തരി കിടക്കാത്ത തരത്തിൽ ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് ഈ ജലം, ഈ ഉമിക്കരി ഇട്ടിരിക്കുന്നില്ല, അതിലേക്ക് ആ ഗ്ലാസ്സിലേക്ക് പകരുക. ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് നമ്മൾ ഉമിക്കരിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പ് വെള്ളം കലക്കി ഇതിലേക്ക് ഒഴിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ എല്ലാ മുറിയിലും കൊണ്ടുവരണം. എല്ലാ മുറിയിലും കൊണ്ടുവന്നിട്ട് 4 ഭാഗത്തേക്കും കാണിക്കണം. 4 ഭാഗത്തേക്ക്
അതായത് കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് 4 ഭാഗത്ത് ഓരോ മുറിയുടെയും 4 ഭാഗത്തേക്ക് ഒരു 30 സെക്കൻഡ് വീതം ഓരോ ഭാഗത്തേക്ക് കാണിക്കണം. ഇങ്ങനെ എല്ലാ മുറികളിലും കാണിച്ചിട്ട് നമ്മുടെ വീടിന്റെ കന്നിമൂല റൂമുണ്ടല്ലോ, കന്നി വരുന്ന റൂം, ആ കന്നി റൂമിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയി അടച്ചു വെച്ചേക്കണം. 7 ദിവസം അത് അവിടെ ഇരിക്കട്ടെ. 7ാമത്തെ ദിവസം നമ്മൾ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് പുറത്ത് പുഴ വെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിക്കുക. എന്നിട്ട് അത് ചരിച്ച് കളയുക. എല്ലാവർക്കും പുഴയിൽ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മറ്റൊരു ബക്കറ്റിലോ മറ്റോ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ആ ബക്കറ്റ് ചരിച്ച് കളയുക, അല്ലെങ്കിൽ പുഴയിൽ തന്നെ കൊണ്ടുപോയി ഒഴിക്കുക. ഇങ്ങനെ 3 ആവർത്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വീടിനെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവുകളെ പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റാൻ പറ്റുമെന്നാണ് നേപ്പാൾ പ്രവിശ്യകളിലെ മിക്കവരും വിശ്വസിക്കുന്നത്. മിക്ക വീടുകളിലും അവർ ചെയ്യാറുണ്ട്. ഇത് ചെയ്യാൻ ഏറ്റവും നല്ല ദിവസം കർത്തവാവിന്റെ അന്നാണ്. കർത്തവാവ് ദിവസം ഇത് ചെയ്യുന്നതാണ് ഏറെ ഉത്തമം. കർത്തവാവിന്റെ അന്ന് തുടങ്ങണം. പിന്നീട് നമുക്ക് തുടർച്ചയായിട്ട് 3 വട്ടം ചെയ്തു പോകാം. പിന്നെ ഡേറ്റ് ഒന്നും നോക്കേണ്ടതില്ല. കർത്തവാവിന്റെ അന്ന് ആരംഭിക്കുന്നതാണ് നല്ലത്. ഇത് രാവിലെ സമയത്ത് ചെയ്യുന്നതാണ് ഏറെ ഗുണകരം. വൈകുന്നേര സമയത്തിന് അത്ര ഗുണം കാണിക്കുന്നില്ല. രാവിലെ സമയത്തും സൂര്യ ഉദയം ആ ഒരു കാലയളവുണ്ടല്ലോ, രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം, ആ ഒരു പ്രഭാത സമയത്താണ് ഇത് ചെയ്യേണ്ടത്. അതിലാണ് കൂടുതൽ ഗുണം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇത്തരം ശത്രുദോഷ കാര്യങ്ങൾ നിങ്ങൾ സംശയിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ കുറേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ വിപരീതമായിട്ട് കുറേ അനുഭവങ്ങൾ വന്നു കൂടുന്നുണ്ട്, അനാവശ്യമായിട്ട് ശത്രുക്കളുടെ എണ്ണം പെരുകുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇതൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മളൊന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും. നമുക്ക് ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടെന്ന് തോന്നുമ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്വിനകൾ ചെയ്യുന്ന ശത്രുക്കൾ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. എന്നാൽ നമ്മൾ ശത്രുക്കൾ ഇല്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മളെ ചെയ്വിനകൾ ചെയ്യുന്ന ചില ശത്രുക്കൾ ഉണ്ടാവും, നമ്മൾ തിരിച്ചറിയില്ല. നല്ല മനസ്സുണ്ട്. ഏതൊരു വ്യക്തിക്കും ഇത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അവിടെ വ്യക്തി ജീവിതത്തിൽ വളരെ നല്ല ഗുണങ്ങളെ സമ്മാനിക്കുന്ന ഒരു മാർഗ്ഗമാണിത്. അപ്പോൾ ഇത് ചെയ്തു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഇതിന്റെ ഗുണഫലങ്ങൾ നിങ്ങൾ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ പിന്നീട് രേഖപ്പെടുത്തും. അത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനകരമാവും. കാരണം ഇത് പറയുന്നത് കുറേ കാലമായിട്ട് ഒരു കാര്യത്തിൽ ഇങ്ങനെ വളരെ മുടക്കം വന്നുകൊണ്ടിരുന്ന ഒരാൾ എങ്ങോട്ട് പോയാലും അയാൾക്ക് മുടക്കം തന്നെയാണ്. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. അദ്ദേഹം 7 ദിവസം ചെയ്തേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആ മുടക്കങ്ങളൊക്കെ ഇത്രയും കാലയളവിൽ ഏതാണ്ട് 5 വർഷത്തോളം ഉണ്ടായിരുന്ന മുടക്കമൊക്കെ മാറിക്കിട്ടിയതായിട്ട് എൻ്റെ മുന്നിൽ അനുഭവമുണ്ട്. അങ്ങനെ എത്രയോ പേരുടെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഇതിന്റെ സമയദൈർഘ്യം കൂടുമെന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവം, സ്വന്തം അനുഭവമാണല്ലോ ഏറ്റവും വലുത്, അത് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിന് മുമ്പ് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ റെക്കമെൻഡേഷൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യൂട്യൂബ് അയച്ചു നൽകുകയുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.